ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കൂടി അവസാനിച്ചു. എന്നാൽ ഇത് അവസാനിക്കുമ്പോൾ ഇത്ര ലക്ഷങ്ങൾ ആൾക്കാർ അവിടെ എത്തിയിട്ടും ഒരു പ്രശ്നവുമില്ലാതെ മകരവിളക്ക് വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കടന്നുപോയി. ആഭ്യന്തര വകുപ്പിന് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ക്രമസമാധാന പാലനം കൃത്യതയോടെ നിർവഹിക്കാൻ കഴിഞ്ഞുവെന്ന് ശബരിമലയുടെ ചുമതലയുള്ള ADGP എസ് ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. രാഹുൽ സുരേഷൻ റിപ്പോർട്ട് ശബരിമലയിൽ നിന്ന്. ഈ തീർത്ഥാടന കാലത്ത് ശബരിമലയിലെ പോലീസിന്റെ പ്രവർത്തനം പറയാതിരിക്കാൻ വയ്യ. പ്രശംസ അറിയിക്കേണ്ട പ്രവർത്തനം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ മകരവിളക്ക് ദിനമായ ഇന്നലെ ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തെത്തിയത്. പക്ഷേ അവരെല്ലാം മലയിറങ്ങി പോയപ്പോഴും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് കൃത്യമായ ക്രമസമാധാന പാലനം നടത്തിയത് പോലീസ് തന്നെയാണ്. ഇപ്പോൾ ശബരിമലയിലെ പോലീസിന്റെ നേതൃത്വം നൽകിയ ADGP എസ് ശ്രീജിത്ത് ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇന്നലെ ഏതാണ്ട് 2.5 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഒന്നിച്ച് മലയിറങ്ങിയത്. അവരെല്ലാം സന്തോഷത്തോടെ മലയിറങ്ങി, അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇന്നലെ എങ്ങനെയായിരുന്നു പോലീസിന്റെ ഒരു പ്രവർത്തനമൊക്കെ? പോലീസിന്റെ പ്രവർത്തനമൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനെന്താണുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാ തീർത്ഥാടകരും പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിച്ചു എന്നുള്ളതൊരു വലിയ പോസിറ്റീവ് സാധനമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, സാധാരണ 3/4 മണിക്കൂർ കൊണ്ട് പമ്പയിൽ നിന്ന് ആദ്യത്തെ കണ്ടിജന്റ് പോയി. ജ്യോതി കഴിഞ്ഞ് 45 മിനിറ്റ്സിനുള്ളിൽ ആദ്യത്തെ വെഹിക്കിൾ മൂവ്മെൻറ്റ് ഉണ്ടായി. അത് വലിയ കാര്യമായി. അത് പിന്നെ അതങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. ഏകദേശം ഒരു 9-9 ആയപ്പോഴത്തേക്ക് ഒരു 50% ക്ലിയറായി. ഞാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞത് എല്ലാവരും കേൾക്കുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും അക്ഷരം പ്രതി അനുസരിച്ച് അതിനാണ് ബെസ്സോ എന്നോട് പറഞ്ഞത്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. ഭഗവാന്റെ അനുഗ്രഹം. എല്ലാവരോടും നന്ദിയുണ്ട്. മാധ്യമങ്ങളോട് പ്രത്യേകിച്ച്. നിങ്ങൾ ഈ മെസ്സേജ് പുറത്തെത്തിക്കുന്നതിൽ നിങ്ങൾ വഹിച്ച പങ്ക് നിർണായകമാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഒരു ആത്മസംതൃപ്തി കൂടി അങ്ങനെയും കൂടി ആയിരിക്കുമല്ലോ ഓരോ പോലീസുകാരനും ഇവിടുന്ന് മല ഇറങ്ങുന്നത്. എല്ലാവർക്കും സന്തോഷമാണ്. വളരെ വളരെ സന്തോഷമാണ് എല്ലാവർക്കും. അവർ പലരും ഇപ്പോഴും ഡ്യൂട്ടി തുടരണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ നിർത്തിപ്പോകണമെന്ന് ആർക്കും ആഗ്രഹമില്ല. പിന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പോലീസ് മേധാവി വന്ന് അതും ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. പേഴ്സണലായിട്ട് അദ്ദേഹം വന്ന് ഒരുപാട് പടി കയറുന്ന പോലീസുകാരെ ഒക്കെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു. അതെല്ലാം നിർണായകമായ ഇതായി നമ്പേഴ്സ് കൂട്ടുന്നതിലൊക്കെ ഒരുപാട് സഹായം ചെയ്തു. എല്ലാവർക്കും നന്ദി, സന്തോഷം. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പോലീസുകാർ ഉള്ളത്. ഇപ്പോൾ ശ്രീജിത്ത് പറയുന്നതനുസരിച്ച് പോലീസുകാർ മുന്നോട്ട് വച്ച ഓരോ നിയന്ത്രണങ്ങളോടും നിർദ്ദേശങ്ങളോടും തീർത്ഥാടകർ കൃത്യമായി യോജിച്ചു. അതല്ല, അതേപോലെ തന്നെ അക്ഷരം പ്രതി അനുസരിച്ചു. അതുകൊണ്ടാണ് കുറ്റമറ്റ രീതിയിൽ ഒരു തീർത്ഥാടന കാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതിന് തീർത്ഥാടകരുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടായിരുന്നു. അത് കൃത്യമായി നിറവേറ്റാൻ പോലീസിനാകുകയും ചെയ്തു എന്നാണ് എസ് ശ്രീജിത്ത് ഇപ്പോൾ 24-നോട് വ്യക്തമാക്കിയത്. ശബരിമല സന്നിധാനത്ത് നിന്നും ഷിജു ചവറയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24. ശബരിമല സന്നിധാനത്ത് രാഹുൽ സുരേഷാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും പോലീസ് വളരെ ആദരണീയമായ രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത്. അവരുടെ കാര്യക്ഷമതയുള്ള പ്രവർത്തനമാണ് ഒരു പ്രശ്നവുമില്ലാതെ ഈ മണ്ഡലകാലം സന്തോഷമായി സമാധാനപരമായി മുന്നോട്ട് പോകാൻ കാരണം. താങ്ക്സ് ടു കേരള പോലീസ്.